നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറയൂ. വെൽക്കം എവരിവൺ. സൺ സിറ്റിയുടെ ഏറ്റവും വലിയ മാത്രമല്ല സേഫായ മ്യൂസിയത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു സൺ സിറ്റി. കീക്കോ, എല്ലാരും അവരവരുടെ കൺട്രിയിൽ നിന്ന് നമ്മുടെ സൺസിറ്റി മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണോ? അല്ല ഡോഡോ, ഡിഫറെന്റ് കൺട്രീസിന്റെ ഇന്റലിഗേറ്റ്സ് എല്ലാവരും നമ്മുടെ സൺസിറ്റിയിലുള്ള ഈ സൂപ്പർ സേഫ് മ്യൂസിയത്തിൽ അവരവരുടെ കൺട്രീസിലുള്ള വളരെ വില ഉയർന്ന പ്രാചീനമായ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ കാണാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. യെസ്, ബിക്കോസ് നോട്ട് ഓൺലി ദ മ്യൂസിയം ഈസ് സേഫ്, പക്ഷേ സൺ സിറ്റിയിൽ കീക്കോയെ പോലെ ധീരനായ ഒരു ചെക്കൻ ഉണ്ടെന്ന് കേട്ടു. അതുപോലെ സൂപ്പർ സ്പീഡോയും ഉണ്ടെന്ന് കേട്ടു. അതൊരു സൂപ്പർ കാറാണെന്നും ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും. ഇത് കാരണം നിങ്ങൾക്കും ഞങ്ങളുടെ സൺസിറ്റിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ കീക്കോ, ഇതിൽ നിന്ന് സൺസിറ്റിക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? ഒരൊറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ ഹൗ? ഈ കൺട്രീസിന്റെ വളരെ അപൂർവമായ സാധനങ്ങൾ നമ്മുടെ മ്യൂസിയത്തിൽ സേഫ് ആയിട്ടുണ്ടാവും. ഇവരെ പോലെയുള്ളവർ ടിക്കറ്റ് വാങ്ങി കാണാൻ വരുമ്പോൾ സൺസിറ്റിയുടെ ഗവൺമെന്റിനാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഓ, അതായത് ഒറ്റക്കല്ലിൽ രണ്ട് മാങ്ങ അല്ലേ? ഇത് കണ്ടോ? വല്ല ഹബീബി, സബാഷ്. മേയർ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ വിലയുയർന്ന സാധനങ്ങളെല്ലാം വളരെ സേഫ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള സെക്യൂരിറ്റി ഇൻചാർജ് ആരാണെന്ന് പറയാൻ പറ്റുമോ? യെസ് യെസ്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസറെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ധാരാളമായിട്ടും കാണാം. അയാളാണ് മിസ്റ്റർ ജോർജ്. ഇയാളാണ് ഞങ്ങളുടെ ഈ മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ഓഫീസർ. നിങ്ങൾ എല്ലാവരുടെയും നാട്ടിലെ സാധനങ്ങൾ ഈ മ്യൂസിയത്തിൽ വളരെ സേഫാണ്. കാരണം ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു കള്ളന് മാത്രമല്ല, ഒരു ഈച്ചയ്ക്ക് പോലും അകത്തേക്ക് കടക്കാനാവില്ല. ചെമ്പത്ത്, ഈ ഈച്ചയെ കൊണ്ടുപോയി മ്യൂസിയത്തിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് വാ. ഈ മ്യൂസിയത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് പുതിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ടെമ്പു അണ്ണാ, നിങ്ങൾ ആ കർട്ടനെ ഒന്ന് റിമൂവ് ചെയ്തേ, എന്നിട്ട് അത്ഭുത കാഴ്ച അവരെല്ലാവരും കാണട്ടെ. അയ്യോ, ആ ബൊമ്മകളെയൊക്കെ കാണാൻ ഞങ്ങളെ പോലെ തന്നെയുണ്ട്. വല്ല ഹബീബി, എനിക്ക് നിങ്ങളുടെ ഈ ഐഡിയ വളരെ ഇഷ്ടമായി. ഇതെല്ലാം കാണാൻ ഒറിജിനൽ പോലെ തന്നെയുണ്ടല്ലോ. ഒറിജിനലേക്കാളും 100% ഒറിജിനൽ. എനിക്ക് തയ്ക്കുന്നു. ഞാൻ കുറച്ച് ലസ്സി കുടിക്കട്ടെ. മിസ്റ്റർ മേയർ, നിങ്ങളുടെ ഈ പുതിയ അഡിക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിനുശേഷം സൺസിറ്റിയും ഞങ്ങളുടെ കൺട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവും. ഊഷലലല ഊ ബീഗാജലല ബുവാ ദിങ്ക ബോയിങ്ക ജബാ ജബാ. ഒരു കാര്യം പല ലാംഗ്വേജിൽ പറയാനും പറ്റും, പക്ഷെ അത് 4 പേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതാണ് നല്ല കാര്യം. അദ്ദേഹം ഇപ്പൊ ചോദിച്ചതിന്റെ കാര്യം, ഇത്രയും വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി ആരെങ്കിലും അകത്തേക്ക് വന്ന് അടിച്ചു മാറ്റിട്ട് പോകാൻ പറ്റോ? അതിന് പകരം സാർ ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയോ? കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ കള്ളനൊന്നും കൊള്ളയടിച്ച് പോവാനും പറ്റില്ല. ഇവിടെയുള്ള ഒരു സാധനം ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. വരൂ, ഞാൻ നിങ്ങൾ എല്ലാവരെയും പുറത്തേക്ക് സെൻഡ് ഓഫ് ചെയ്തേക്കാം. മ്യൂസിയം ക്ലോസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കിക്കോ, വരൂ, നമുക്ക് പുറത്തേക്ക് പോകാം.
ജംസ് ഇവിടെ ഇരിക്കട്ടെ. ഒറിജിനൽ ജംസ് അതെന്റെ മാസ്റ്ററിന്റെ കയ്യിലുണ്ടാവും. മാസ്റ്റർ എല്ലാം പറഞ്ഞതുപോലെ അവിടെ വന്ന് മീറ്റ് ചെയ്യൂ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ദേ ആ മ്യൂസിയത്തിന്റെ അടുത്തുനിന്നാ വരുന്നത്. പക്ഷേ മ്യൂസിയം ഇവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ ഉള്ളത്. വേറെ വഴിയില്ല, സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ വേഗം മ്യൂസിയത്തിലേക്ക് ചെല്ല്. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ബ്രോ, മിന്നൽ വേഗത്തിൽ ഞാനിപ്പോൾ പറന്ന് ചെന്നേക്കാം. കീക്കോ, നിനക്കൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മ്യൂസിയം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ചെല്ല്, പോയി നാളെ വാ. അങ്കിൾ, ഞാൻ മ്യൂസിയം ചുറ്റിക്കാണാൻ വന്നതല്ല. എന്റെ R7 പെട്ടെന്ന് ബ്ലിങ്ക് ആയി. ഈ മ്യൂസിയത്തിൽ നിന്നാണ് അതിന്റെ സിഗ്നൽ വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ ഒരു പ്രാവശ്യം അകത്ത് ചെന്നൊന്ന് ചെക്ക് ചെയ്യോ? ചെക്ക് ചെയ്യേണ്ടത് മ്യൂസിയം അല്ല, നിന്റെ R7 ആണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അതെങ്ങനെ അത്രയും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്? കാരണം മ്യൂസിയത്തിനകത്ത് CCTV ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ബീറ്റ് സെൻസറും വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മ്യൂസിയത്തിനകത്ത് നമ്മളറിയാതെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കാരണം ആ സെൻസർ ആക്ടിവേറ്റ് ആകും. അലാറം അടിക്കാനും തുടങ്ങും. ആ സെൻസർ രാത്രി 9 മണി മുതൽ രാവിലെ 9 മണി വരെ ആക്ടിവേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ മ്യൂസിയത്തിനകത്ത് മനുഷ്യർക്ക് മാത്രമല്ല, ഒരു ഈച്ചയ്ക്ക് പോലും പ്രവേശിക്കാനാവില്ല. ഈ കൊതുകിനെ ഈച്ചയും ചേർത്ത് ഇവരെയും പുറത്താക്ക് വേഗം. ശരി, സമ്മതിക്കുന്നു. R7 ചിലപ്പോ തെറ്റായി ബ്ലിങ്ക് ചെയ്തതാവും. പക്ഷേ ജോർജ് അങ്കിൾ, ഇങ്ങനെ സംഭവിക്കാനും ചാൻസ് ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതറിയാതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണെങ്കിലോ? ആൻഡ് ആഫ്റ്റർ ഓൾ, ഇവിടുത്തെ സെക്യൂരിറ്റി ഇൻചാർജ് നിങ്ങൾ തന്നെയാണ്. ശരി, ഓക്കെ കീക്കോ, ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് നീ പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ട് മ്യൂസിയത്തിനെ ഈ രാത്രി ഓപ്പൺ ചെയ്തു. പക്ഷേ അകത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആ ഹാർട്ട് ബീറ്റ് സെൻസറിനെ ഡീആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. എന്ന് വെച്ചാൽ ജോർജ് അങ്കിള് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നല്ല കാര്യം ചെയ്യാൻ പോവാ. എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും നല്ല കാര്യം മാത്രമല്ലേ ചെയ്യാറുള്ളൂ. ശരി, ഓക്കെ, അലാറം ഡീആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. അകത്തേക്ക് വരൂ. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? ഇവിടെ എല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല. ജോർജ് അങ്കിൾ, നമുക്കൊരു പ്രാവശ്യം ടോട്ടൽ മ്യൂസിയവും ഒന്ന് ചെക്ക് ചെയ്താലോ? അങ്ങോട്ട് നോക്ക്. ആരോ ചോക്ലേറ്റ് കഴിച്ചിട്ട് റാപ്പർ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കാ. ചപ്പും ചാറും അവിടെ ഇവിടെ എറിയുന്നത് വളരെ വലിയ തെറ്റാ. വെരി ബാഡ് ഹാബിറ്റ്. ഇതിൽ നിന്ന് ഞാനൊരു അല്പം കഴിച്ചോട്ടെ. നിങ്ങളുടെ ഈ റിസർച്ച് ഒക്കെ കഴിഞ്ഞെങ്കിൽ വേഗം പുറത്തു പോകാൻ നോക്ക. ചെല്ല്, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു തെറ്റ് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല. എല്ലാവരും വേഗം പുറത്തേക്ക് ചെല്ല്. എന്റെ R7 ഇതുവരെ അങ്ങനെ തെറ്റായ സിഗ്നൽ തന്നിട്ടേ ഇല്ല. എന്തായാലും അതിലെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. കറക്റ്റ് കിക്കോ. R7ന്റെ ഡേഞ്ചറസ് സിഗ്നൽ രാത്രി സമയത്താണ് വന്നത്. സോ ഇന്ന് രാത്രി നമുക്ക് മ്യൂസിയത്തിന്റെ കുറച്ചകലം മാറി നിന്ന് മ്യൂസിയത്തിന് വാച്ച് ചെയ്തോണ്ടിരിക്കാം. ട്വിങ്കിളിന്റെ ഈ ഐഡിയ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ബ്രില്യന്റ്.
മ്യൂസിയം നോക്കിയിരുന്ന് എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നു. ഞാനൊരൽപ്പം എന്തെങ്കിലും കഴിച്ചോട്ടെ. കിക്കോ, എനിക്കെന്താ തോന്നുന്നു വെച്ചാ ഒരുപക്ഷെ ജോർജങ്ങൾ എന്തെങ്കിലും കുലുമാല ഒപ്പിച്ചു വെക്കുന്ന. ഒരുപക്ഷെ അദ്ദേഹം രാത്രി സമയത്ത് ആ ഹാർട്ട് ബീറ്റ് സെൻസർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് മ്യൂസിയത്തിന്റെ അകത്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെന്തെങ്കിലും കുലുമാല ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും R7 ബ്ലിങ്ക് ആയത്. പക്ഷേ ഇന്നലെ നമ്മൾ മ്യൂസിയത്തിനകത്ത് ചെന്നപ്പോ അവിടെ എല്ലാം നോർമൽ ആയിരുന്നല്ലോ. എല്ലാ സ്ഥാനങ്ങളും അതിന്റെ സ്ഥാനത്ത് നോർമൽ ആയിരുന്നു. പക്ഷേ കീക്കോ, ചില സമയത്ത് നമ്മൾ കാണുന്നത് സത്യാവസ്ഥയാവില്ല. നീ പറഞ്ഞതും ശരിയാ സൂപ്പർ സ്പീഡോ. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മള് R7ന്റെ ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് ഇവിടെ എല്ലാം നോർമൽ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മ്യൂസിയത്തിന്റെ ബാക്ക് സൈഡിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാസ്റ്റർ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1000 വർഷങ്ങൾ പഴക്കമുള്ള കോയിൻസ് എടുത്തോണ്ട് വന്നോണ്ടിരിക്കുക. അതിന് പകരം ഞാൻ എല്ലാ ഡമ്മി കോയിൻസും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ആർക്കും അത് കണ്ടാൽ ഒരിക്കലും സംശയം വരില്ല. പയ്യെ പയ്യെ ഞാൻ മ്യൂസിയത്തിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടുവരും. അതിന് പകരം ഡമ്മി പീസസ് ഞാൻ അവിടെ വെക്കും. ആർക്കും അത് കണ്ടെത്താനാവില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യേ. ആ സൈഡിൽ ആരോ ഓടി പോകുന്ന പോലെ തോന്നുന്നു. സൂപ്പർ സ്പീഡോ, വേഗം എന്നെ ഹൈവേയിൽ ഇറക്കി വിട്ടേക്ക്. ഞാൻ ചെന്ന് അയാളെ ഫോളോ ചെയ്യാം. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറയൂ. ഈ പുക കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കീക്കോ, ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ ആ പുകയടി മലയിൽ വെള്ളമൊഴിച്ച് അതിനെ നശിപ്പിച്ചേക്കാം. കീക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവൾ എസ്കേപ്പായി. കിക്കോ, നീ അവളുടെ മുഖം കണ്ടായിരുന്നോ? മുഖം എനിക്ക് ശരിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ ആരാണെന്ന് എനിക്കറിയാം. ആ ഡെലിഗേറ്റ്സിൽ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവളാണിപ്പോ ഓടിപ്പോയത്. അവളുടെ കൂടെ അവളുടെ പാർട്ട്ണറും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവനാണ് എന്റെ നേർക്ക് സ്മോക്ക് ബോംബ് ഷൂട്ട് ചെയ്തത്. ഇഷ്മമി, നീ ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത് കിക്കോ? അവര് വളരെ നേരും നെറിയുമുള്ള ഒരു ലേഡിയാണ്. അങ്ങനെയുള്ള ഒരാള് എന്തിനാണ് ഇത് കടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നത്? പക്ഷേ മേയറെങ്കിൽ ഒരുപക്ഷെ അവർ മോഷ്ടിച്ചില്ലെങ്കിൽ എന്നെ കണ്ടിട്ട് എന്തിനാണ് ഇവിടെ ഓടിപ്പോയത്? പക്ഷെ മ്യൂസിയത്തിൽ നിന്ന് ഒരു സാധനവും മോഷ്ടിച്ചതായി എനിക്കിതുവരെ ഒരു കംപ്ലൈന്റും വന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും മ്യൂസിയത്തിൽ ചെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ആ അങ്കിൾ, സ്റ്റോപ്പ്. ഇത് കണ്ടോ? രാത്രി 10:15 മുതൽ 10:30 വരെയുള്ള ഫുട്ടേജ് കാണുന്നില്ല. ആരോ CCTV ക്യാമറാസിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാർട്ട് ബീറ്റ് സെൻസർ ഉള്ളവരെ അങ്ങനെ ചെയ്യാൻ പോസിബിലിറ്റീസ് ഇല്ല. അങ്ങനെ ഒരു പക്ഷേ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കാരണം അലാറം അടിച്ചു കാണും. ചിലപ്പോ അത് ഇങ്ങനെ സംഭവിച്ചു കാണും. ഒരുപക്ഷെ ഇവിടെ വന്നവർക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലോ? പക്ഷെ കീക്കോ, മ്യൂസിയത്തിലുള്ള എല്ലാ സാധനങ്ങളും അതേ സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാം വെച്ചതുപോലെ അതേ സ്ഥലത്തുണ്ട്.
ശരി, വരൂ നമുക്ക് നോക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 73. ഫാന്റാസ്റ്റിക് ഐഡിയ ബ്രോ. ഫോർമുല 73 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാം. ഒറിജിനൽ ആണോ നോക്കാം. കിക്കോ, ആ ജെംസ് എല്ലാം ഡമ്മിയാണ്. അവിടെയുള്ള ഏൻഷ്യൻ കോയിൻസും അതുപോലെ തന്നെയാണ്. പക്ഷെ ഡയമണ്ട്സ് ഒറിജിനൽ ആണ്. മമ്മി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആരാണ് ഇതെല്ലാം കൊള്ളയടിച്ചോണ്ട് പോയത്? അഥവാ കൊള്ളയടിച്ചതാണെങ്കിൽ കള്ളൻ ഏത് വഴിക്കാണ് വന്നത്, ഏത് വഴിക്കാണ് പോയത്? ദേ അത് കണ്ടോ, അവിടെ ഒരു വഴിയുണ്ട്. ബാക്കിയുള്ള എല്ലാ വിൻഡോസിലും ഡസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു വിൻഡോ മാത്രം ക്ലീൻ ആണ്. എന്ന് വെച്ചാൽ ആരോ ആ വഴിക്ക് വന്നു പോയിട്ടുണ്ടെന്നർത്ഥം. അഥവാ ആരെങ്കിലും ആ വഴിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കാരണവും അലാറം റിംഗായി കാണും. നമുക്കിപ്പോ അത് കണ്ടുപിടിക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 73 അപ്ലൈ ചെയ്തിട്ട് ആ സ്റ്റാച്യു ഒന്ന് സ്കാൻ ചെയ്യേ. ഇതൊരു സ്റ്റാച്യു അല്ല, ഇതൊരു ഹ്യൂമനോയിഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരെ പോലെയുള്ള ഒരു റോബോ. റോബോട്ട്സിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അലാറം റിംഗ് ആവില്ല. അടിപൊളി കീക്കോ. നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അവസാനം ഞാൻ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ നിങ്ങൾക്ക് ആർക്കും പിടികൂടാനാവില്ല. ഒറിജിനലിന് പകരം ഡമ്മി ഡയമണ്ട്സ് നീ തന്നെ വെച്ചോ. ഞാനിതാ പോകുന്നു. സൂപ്പർ സ്പീഡോ, ഇവരെയെല്ലാം നീ സേഫ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. അപ്പോഴേക്ക് ഞാൻ ചിക്കി മിക്കി ഡോളിനെ ഫോളോ ചെയ്യട്ടെ. കിക്കോ, ഞാൻ നിന്നെ സഹായിക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സൂപ്പർ സ്പീഡോ? ഡോണ്ട് വറി ബ്രോ, ഐ വിൽ ബി ഓൾ റൈറ്റ്. അത്രയും വലിയ ഹെവി എക്സ്പ്ലോഷൻ ഫേസ് ചെയ്തതുകൊണ്ട് ഓട്ടോ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ആ ഡോളിനെ എങ്ങനെയാ ഡീൽ ചെയ്യണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു വഴിയുണ്ട് കീക്കോ. ഞാൻ ആ ഡോളിനെ ഒരിക്കൽ സ്കാൻ ചെയ്തില്ലേ, അപ്പോൾ ഞാൻ അതിലൊരു ബട്ടൺ ശ്രദ്ധിച്ചു. അതാ വയറ്റിനകത്താണുള്ളത്. നീ ആ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി, ആ റോബോ അതോടെ തകർന്നു വീഴും. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ.
job, buddy. എനിക്കിതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു മനോഹരമായ പാവയാണെന്നല്ല വിചാരിച്ചത്, പക്ഷേ ഇത് അവസാനം ഒരു അപകടകാരിയായല്ലോ. മമ്മി, പക്ഷെ കീക്കോ, ഈ ഡോളിന്റെ കൂടെ ചേർത്ത് വേർത്തനുണ്ടായിരുന്നല്ലോ, അതാരാ? അതിപ്പോ തന്നെ കണ്ടെത്താം. ഈ മൊബൈൽ ഈ ഡോളിന്റേതാണ്. ഈ മൊബൈലിലൂടെ അത് മാസ്റ്റർ ആരോടോ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആ മാസ്റ്റർ ആണ് ഇവളെ ഉപയോഗിച്ച് കൊള്ളയടിച്ചത്. പക്ഷെ ഞാൻ എന്റെ മൊബൈൽ വീട്ടിൽ മറന്നു വെച്ചിട്ടാ വന്നത്. അയാളാണ് ചാമ്പാട്ട്. അവനാണ് ഈ ഡോളിനെ ഉപയോഗിച്ച് മ്യൂസിയത്തിലെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയത്. ഡോളിനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ സ്മോക്ക് ബോംബും ഇവൻ തന്നെയാ ഷൂട്ട് ചെയ്തത്. നീ ഒളിഞ്ഞിരുന്ന അഭ്യാസം കാണിച്ചതൊക്കെ മതി. ഇനി നിന്റെ കളിയൊക്കെ ജയിലിൽ മതി. എന്താ നിങ്ങളീ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. വാ, കീക്കോ ഓർ സൂപ്പർ സ്പീഡോ, വീണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ജോഡി സൺസിറ്റിയെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. ശത്രുക്കളെ പുക പോലെ ഊതിക്കളഞ്ഞിരിക്കുകയാണ് ഇതുപോലെ. വി ആർ പ്രൗഡ് ഓഫ് യു.